നമസ്കാരം, സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. നാൽക്കാലി മൃഗങ്ങളിൽ മിക്കതിനും കൊമ്പുകളുണ്ട്. അതുപോലെ ഒരു കൊമ്പ് മനുഷ്യന് വന്നാലോ? എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നു. ഇപ്പോഴല്ല, 2014 മധ്യപ്രദേശ് സ്വദേശിയായ ശ്യാംലാൽ യാദവിനാണ് അത്തരമൊരു ദുരന്തം സംഭവിച്ചത്. 2014 അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഒരു പരിക്കേറ്റു. മുറിവുകളിൽ സാധാരണ ചെയ്യാറുള്ള പോലെ നാടൻ മരുന്ന് പുരട്ടി അദ്ദേഹം മുറിവുണക്കി. പക്ഷേ അന്ന് 74-കാരനായിരുന്ന ശ്യാംലാലിന്റെ ദുരന്തം ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാസങ്ങൾ കഴിയവേ അദ്ദേഹത്തിന്റെ തലയിൽ ഒരു മുഴ പൊങ്ങി. ആദ്യം അദ്ദേഹം അത് കാര്യമാക്കിയില്ല. നാളുകൾ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിലെ മുഴ മൃഗങ്ങളുടെ കൊമ്പ് പോലെ വളരാൻ തുടങ്ങി. അത് കൂടുതൽ ഉയരം വെച്ചു. ശല്യമായി തുടങ്ങിയപ്പോൾ ശ്യാംലാൽ കൊമ്പിന്റെ തലപ്പ് ബാർബറെ കൊണ്ട് മുറിച്ചു കളഞ്ഞു. പക്ഷേ പിന്നെയും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കൊമ്പ് വീണ്ടും വളർന്നു വന്നു. നിക്കക്കള്ളിയില്ലാതെ 2020 ശ്യാംലാൽ മധ്യപ്രദേശിലെ സാഗറിലെ ദ്യാഗ്ബോയ് തീരത്ത് ഹോസ്പിറ്റലിലെ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ വിശാൽ ഗബ്ജിയെ ചെന്ന് കണ്ടു. വിദഗ്ധ പരിശോധനയിൽ ശ്യാംലാലിന്റെ തലയിൽ സെബേഷ്യസ് ഹോൺ അഥവാ ഡെവിൾ ഹോൺ എന്ന് വിളിക്കുന്ന അത്യപൂർവ വളർച്ചയാണെന്ന് വ്യക്തമാക്കി. മനുഷ്യന്റെ നഖത്തിലടങ്ങിയ കെരാറ്റിൻ തന്നെയായിരുന്നു ശ്യാംലാലിന്റെ തലയിൽ കൊമ്പായി പരിണമിച്ചത്. സെബേഷ്യസ് കൊമ്പുകൾ പ്രധാനമായും ദോഷകരമല്ലാത്ത മുറിവുകളാണ്. അതേസമയം അവ മാരകമായ ചില സാധ്യതകൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരം സെബേഷ്യസ് ഹോണുകൾക്ക് ശസ്ത്രക്രിയ, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി തുടങ്ങിയ ചികിത്സകൾ നടത്തുന്നു. ഓപ്പറേഷൻ വിജയകരമായി നടന്നു. ശസ്ത്രക്രിയയിലൂടെ 4 ഇഞ്ച് നീളമുള്ള സെബേഷ്യസ് ഹോണാണ് ശ്യാംലാലിന്റെ തലയിൽ നിന്നും നീക്കം ചെയ്തത്. തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയ സ്ഥലത്ത് തൊലി വെച്ച് പിടിപ്പിച്ചു. ഏതാണ്ട് 10 ദിവസത്തോളം ആശുപത്രിയിൽ താമസിച്ച ശ്യാംലാൽ രോഗം ഭേദമായ ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചുപോയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സെബേഷ്യസ് ഹോൺ ബയോപ്സിക്ക് വിധേയമാക്കിയെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മനുഷ്യ ശരീരത്തിൽ മുടി, നഖം, ചർമ്മം എന്നിവയുടെ വളർച്ചയെ സഹായിക്കുന്ന പദാർത്ഥമാണ് കെരാറ്റിൻ. കണ്ടാമൃഗത്തിന്റെയും മറ്റു മൃഗങ്ങളുടെയും കൊമ്പുകളിലും പക്ഷികളുടെ കൊക്ക്, തൂവൽ എന്നിവയിലും കെരാറ്റിന്റെ അംശം അടങ്ങിയിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ നഖത്തിലും മുടിയിലുമായി ഉണ്ടെങ്കിലും അത്രയ്ക്ക് പ്രകടമല്ല. എന്നാൽ അത്യപൂർവമായി ചിലപ്പോൾ ശ്യാംലാലിന് സംഭവിച്ചതുപോലെ സംഭവിക്കുന്നു. സൂര്യപ്രകാശമേൽക്കുന്ന തലയിലും തോളിലുമാണ് ഇത്തരത്തിൽ കൊമ്പ് പോലെയുള്ള അവയവങ്ങൾ രൂപപ്പെടുന്നത്. മനുഷ്യരിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഇവ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.